என்ன தேடிட்டு இருக்க? ഒന്നുമില്ല ആന്റി, ഒരു സാധനം തപ്പുമായിരുന്നു. என்ன சாதனம்? അത് പിന്നെ പച്ചക്കറി காய்கறி. நீ தேடுற, நான் நம்பிட்டேன் பாரு. என்ன பாரு இது, நேத்தைக்கு வாங்கின கூல் ட்ரிங்க்ஸ் தானே நீ தேடிட்டு இருக்க? ரொம்ப மழை பெஞ்சிட்டு இருக்கு பாரு, ரொம்ப குளிராவும் இருக்கு. அந்த குளிர்ல இந்த கூல் ட்ரிங்க்ஸ் சாப்பிட்டா என்ன ஆகும்? ஜுரம் காய்ச்சலும் எல்லாம் வரும். ആന്റി, മഴയത്ത് നല്ല തണുത്ത ജ്യൂസ് കുടിക്കുന്ന നല്ല സുഖ. அந்த சுகத்துல பனியும் ஜலதோஷம் கூட வந்துன்னா ரொம்ப அருமையா இருக்கும். എന്നാലും ആന്റി, ഇന്നലെ രാത്രി വരെ ആ സാധനം ഇവിടെ ഇരുന്നതാ. നീ രാവിലെ നോക്കിയപ്പോ കാണുന്നില്ല, അതോടെ പോയി. എന്നോട് കേസ് ചേട്ടൻ എടുത്ത് കുടിച്ചിരുപ്പാൻ. കാടുവെള്ളം പോലും ഉണ്ടാക്കി വെക്കാൻ സമ്മതിക്കത്തില്ലല്ലോ ദൈവമേ. എന്തൊരു മഴയായത്! അത് തന്നെ അമ്മൂമ്മേ, എന്തൊരു മഴയത്. പാവം കുട്ടികള് എങ്ങനെ ഈ സമയത്തൊക്കെ സ്കൂളിൽ പോകുന്നത്? ഇപ്പൊ മരമൊക്കെ ഒടിഞ്ഞു വീഴുന്നുണ്ട്, പിന്നെ വെള്ളവും പൊങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞ എന്റെ ഒരു അഭിപ്രായത്തിലേ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടേ സ്കൂൾ തുറക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാ ഒരു 2 മാസം ലീവ്, അത് കഴിഞ്ഞിട്ടേ സ്കൂൾ തുറക്കാൻ പാടും. സ്കൂള് തുറന്നിട്ട് ഒരാഴ്ചയായില്ല, അതിനുമ്പേ സ്കൂളിൽ പോകാൻ മടി. ഇങ്ങനെ ഒരു മടിച്ചിക്കോവ. അമ്മ, പടവലത്തിലെ ആത്തില് നല്ല തണ്ണി ഏറി ഇരിക്കൂല? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ ആറ്ററമ്പിലെ മണ്ണ് മൊത്തം ഇടിഞ്ഞാറ്റിപ്പോയി കാണും. അമ്മമ്മേ, പടവലത്ത് നല്ല ചോർച്ചയില്ലേ? ചോർച്ചയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ പടവലത്ത് പോവാം. എന്നിട്ട് ചോർച്ചയൊക്കെ മാറ്റിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. എന്തിനാ ഒരാഴ്ചയാക്കുന്നേ? ഒരു മാസം അവിടെ നിന്നിട്ട് പോരാ. ആയിക്കോട്ടെ. സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിട്ട് ഓരോ അടവും കൊണ്ട് വന്നേക്കും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തേ വെയിലെന്നോ മഴയെന്നോ ഒന്നും നോക്കത്തില്ല. അന്ന് കൊടയൊന്നും ഇല്ല. ഞങ്ങൾ നനഞ്ഞോണ്ടായാലും പോവും. വഴിയിൽ എവിടെയെങ്കിലും ചേമ്പല കാണും, അത് പൊട്ടിച്ച് തലയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോകും മഴ നനയാതിരിക്കാന്. അങ്ങനെയാ പൊക്കോണ്ടിരുന്നത്. അമ്മാ, നിങ്ങളെ ரொம்ப ദൂരം നടപ്പീങ്കല്ല? പിന്നല്ലാതെ 3.5-4 കിലോമീറ്റർ നടക്കണം. അത് പാടത്തൂടെ പോവുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ, റോഡിൽ കൂടെ പോവുകയാണെങ്കിലേ 4-4.5 കിലോമീറ്റർ പോകണം. പക്ഷെ ഞങ്ങളതൊന്നും നോക്കത്തില്ല. മഴയാണെങ്കിലും വരമ്പൊന്നും കാണത്തില്ല, വെള്ളം കയറി. ഞങ്ങൾ അതിലെ കൂടെ ചാടി 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 അങ്ങ് പോകും. ചാടിപ്പോയെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, നീന്തിപ്പോയെന്ന് പറഞ്ഞില്ലല്ലോ. നീന്തിയും പോയിട്ടുണ്ട്. അതല്ല കനകം, അന്ന് പോയേ പറ്റൂ. പോയില്ലെങ്കിലേ കാരണവന്മാര് നല്ല അടി തന്ന് ഓടിക്കും. അന്ന് അമ്മൂമ്മ നന്നായിട്ട് പഠിച്ചോണ്ടാ അമ്മൂമ്മ കളക്ടറായിട്ട് പിന്നെ റിട്ടയർഡ് ആയത്. എന്റെ പൊന്നുമോളെ, അങ്ങനെ അങ്ങ് ഒരുപാട് കളിയാക്കല്ലേ. ഞാനൊരു കണക്ക് കൂട്ടുന്നത് നിനക്ക് കൂട്ടാൻ പറ്റുമോ? ആറ് കണക്ക് കൂട്ടിനാ കണക്കാ ഇരിക്കും അമ്മ. എന്നാ പിന്നെ അത് പോട്ടെ, ഞാൻ വായിക്കുന്നത് പോലെ മലയാളം വായിക്കാവോ? അമ്മൂമ്മ, നല്ല മഴ ഈ സമയത്തെ എന്നെ പഠിപ്പിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കല്ലേ. കള്ളിപ്പാറ്, ഇങ്ങനെ സോപ്പിടാൻ മിടുക്കത്തി.